Hello guys, അപ്പോൾ തുടങ്ങാം 120 Bahadur based on the Battle of Razangla is an upcoming Indian Hindi language war film directed by Rajneesh Razigai and produced by Excel Entertainment and Trigger Happy Studios. The film stars is Farhan Akhtar as Major Shaitan Singh and Rashi Khanna as Major Shaitan's wife Shagun Kanwari Singh. Farhan Akhtar നിങ്ങൾക്കറിയാം മിൽഖ സിംഗ് എന്നൊരു ഇന്ത്യൻ അത്ലറ്റിൻ്റെ ഒരു ബേസ്ഡ് പടമെടുത്ത് നല്ല ഹിറ്റൊക്കെ ആയ ഒരു സൂപ്പർ പടമാണ് അത്. ആൻഡ് ആ സിനിമ പുള്ളി ഒരു ആക്ടറാണ്, സിംഗറാണ്, ആൻഡ് എല്ലാ കഴിവുമുള്ള ഒരു എന്താ പറയുക, ഒരു നല്ലൊരു നടനാണ് ഫർഹാൻ അക്തർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് ആ പുള്ളിയുടെ ഒരു സിനിമ 120 ബഹദൂർ, അതിൻ്റെ ട്രെയിലറാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ യാഷുമായിട്ട് കൊളാബ് ചെയ്താണ് ഈ ട്രെയിലറും അവർ റിലീസ് ചെയ്തിട്ടുള്ളത്. ഏത് യാഷ്? KGF, പാൻ ഇന്ത്യൻ സ്റ്റാർ യാഷ്. ആൻഡ് ഇതിൻ്റെ ഡയറക്ടറും രജനീഷ് ഗായ് 2022 ദാക്കടന്ന് കങ്കണ റണൗത്തുമായിട്ടൊരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ ഡിസാസ്റ്റർ ആയിട്ടാണ് മാറിയത്. സോ ഇത് നമുക്ക് കണ്ടുനോക്കാം. വാർ ബേസ്ഡിലാണ്. വാ, എക്സൽ എന്റർടൈൻമെന്റ്. चीन को सिर्फ अपना पड़ोसी नहीं, अपना भाई माना था। लेकिन 1962 को पता चला कि ये भाईचारे की भावना दोनों तरफ नहीं थी। ये हमला एक विश्वासघात था। भारत माता की जय। ഇത് ഇന്ത്യ ചൈന വാർ തമ്മിൽ ബേസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത് 1962. ആൻഡ് ഇതൊരു ബേസ്ഡ് ട്രൂ സ്റ്റോറി എന്നാണ് പറയുന്നത്. ആൻഡ് ഇതിൽ സ്പെഷ്യൽ മെൻഷൻ ആയിട്ട് അവർ അമിതാഭ് ബച്ചനെ പറഞ്ഞിട്ടുണ്ട്, കാരണം ഇതിലെ സൗണ്ട് അമിതാഭ് ബച്ചൻ്റെ ആണ്. പിന്നെ ഇതിൽ വരുന്നത് അവർ ചതി നടന്നു എന്നാണ് പറയുന്നത്. കണ്ടുപോകാം. चाली कंपनी में आपका कंपनी कमांडर मेजर शैतान सिंह भाटी बोल रहा हूँ। शैतान सिंह, आज रात बहुत बड़ा तूफान हमारी तरफ आने वाला है। चीनी फौजियों का। तुम सब किसान के बेटे हो, जमीन के लिए लड़ना तुम सबके खून में। और इस बार बात जमीन की नहीं, हमारे सारे जमीन की है। एक आधा जैकेट मिल जाता तो अपना पहला चीनी फौजी मार और उसकी जैकेट ले। कल जब सरहद पर दुश्मन से भिड़ने जाऊंगा तब क्या करूंगा? सर ऊंचा करके മെജോറിറ്റിയും ഇതുപോലെ എന്താ പറയുക, ഒരു പട്ടാളക്കാരൻ്റെ ഒരു ലവ് ലൈഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതുമായിട്ട് ഭാര്യയായിട്ടുള്ള ആ ഒരു കുറച്ച് സമയങ്ങളൊക്കെ എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും വലിയ സമയങ്ങളാണ്. കാരണം കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ വീണ്ടും രണകളത്തിലേക്ക് പോകും. അപ്പോൾ അതൊരു കളർഫുൾ ആക്കുക എന്നുള്ളത് എല്ലാവരും സോൾജേഴ്സിന് മനസ്സിലുണ്ട്. അത് ആ ഒരു സിറ്റുവേഷൻ തന്നെ മാറി പെട്ടെന്ന് ആ ഒരു ബ്ലെൻഡ് ചെയ്ത ആ ഒരു എന്താ പറയുക, ആർമി ഫീൽഡ് കഴിഞ്ഞ ആ ഒരു കളർഫുൾ സിറ്റുവേഷൻ വന്നപ്പോൾ തന്നെ ആ ഒരു ലവ് ഫീൽ വന്നിട്ടുണ്ട്. आपने कभी किसी की जान ली है? अहीर है हम, कोई प्यार से मांगेगा तो जान भी दे देंगे। पर जब हर देश पे आई 100 की जान ले भी लेंगे। രാജ്യത്തിന് വേണ്ടി എന്റെ ജീവൻ പോയാലും ഞാൻ 100 ജീവൻ എടുക്കും. 3000 चीनी रजांगला की तरफ लक्ष्य सर, वहाँ हमारे सिर्फ 120 जवान पोजीशन है। अगर आज हम पीछे हट गए तो वो कल तक चुशुल और कुछ दिनों में कश्मीर तक पहुंच जाएंगे। मैं लड़े बिना हार नहीं मानना चाहता। आपका दिल क्या कहता है? यहीं लड़ेंगे, यहीं मरेंगे, आखिरी सांस तक, आखिरी गोली तक। 21 നവംബറിനാണ് ഇത് റിലീസ് ചെയ്യാൻ ഇരിക്കുന്നത്. ആൻഡ് ഇതിൽ പറയുന്ന എല്ലാ സിനിമയിലുള്ളത് പോലെ തന്നെയാണ്. ആൻഡ് ഇതൊരു, ഞാൻ പറഞ്ഞില്ലേ, ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാണ്. രാജ്യത്തിന് വേണ്ടി പോരാടുക, സ്വന്തം ജീവനേക്കാളും രാജ്യമാണ് വലുത്, അതുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് അറിയാം. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പക്ഷെ അവരുടെ ഈ റിയൽ ലൈഫിൽ ഇത് ചെയ്ത ആൾക്കാരുടെ ആ ധൈര്യം സത്യം പറഞ്ഞാൽ സല്യൂട്ട് ചെയ്തേ പറ്റൂ. അത്രയ്ക്കുള്ള അവർക്ക് ആവുള്ള ഒരു ഗഡ്സ് ഒന്നും മേക്കിംഗ് ഒക്കെ കൊള്ളാം. चीन हमारे घर में घुस आया है और उसे रोकना हमारे हाथ में, एक होकर। आज धरती लहू पुकार रही है। सींच दो उसे दुश्मन के खून से। उसके लिए क्या जरूरी है? तैयार हो।
ഗൈസ് അതായത് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ ചൈന വാറാണ് വരുന്നത് കൂടുതലായിട്ടും. ആൻഡ് ഇതിൽ 120 ബഹദൂർ, അതായത് 120 ബ്രേവായിട്ടുള്ള സോൾജിയേഴ്സ് 3000-ഓളം കൂടുതലുള്ള ചൈനീസ് ആർമിയായിട്ട് യുദ്ധത്തിന് പോകുന്നു. ആ ബേസ്ഡാണ്. ആൻഡ് ഇതിലുള്ള ഞാൻ പറഞ്ഞില്ലേ ഈ ഷെയ്താൻ സിംഗ് ഒക്കെ, അപ്പോൾ അവരൊക്കെ ഇതിൽ ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയിലുള്ളവരാണ്. അപ്പോൾ ഇതൊരു ആർമി പടമാണ്, വാർ പടമാണ്. ആൻഡ് മേക്കിംഗ് ഒക്കെ കൊള്ളാം. ആൻഡ് ഇതിൽ പടം കണ്ടാലേ ഇനി നിങ്ങൾക്ക് പടം എന്താണെന്ന് അറിയാം. രാജ്യസ്നേഹങ്ങളും കൂടുതലൊക്കെ ആയിരിക്കും. ബട്ട് എന്നാലും എന്താ പറയുക, ഈ രാജ്യസ്നേഹം എന്ന് പറയുന്നത് അവർ നമുക്ക് വേണ്ടിയിട്ടാണ് പോരാടുന്നത്. നമ്മളിപ്പോൾ സമാധാനമായിട്ട് കിടക്കണമെന്ന് എല്ലാ ജോളിയായിട്ട് എൻജോയ് ചെയ്യുന്നതിന് കാരണം ആർമിക്കാരാണ്. അവർ അത്രയും പാടുപെട്ട് നമുക്ക് വേണ്ടി പോരാടിയാണ് നമ്മളവിടെ നിലനിർത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് സല്യൂട്ട്. അവർ തീർച്ചയായും അവർ ഡിസേർവിങ് ആണ്. ഇതിനു വേണ്ടി പോരാടിയ ഇതിനു വേണ്ടി എല്ലാവർക്കും എല്ലാം നല്ലത് വരും. കാരണം നിങ്ങൾക്കറിയാമല്ലോ ആർമി ഇപ്പോൾ തന്നെ ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ അതൊക്കെ നമ്മൾ ആർമി ടൈപ്പൊക്കെ സത്യം പറഞ്ഞാൽ അതിനൊക്കെ ഒരു ഗട്ട്സ് വേണം ആർമിയിലൊക്കെ ചേരണമെങ്കിൽ. അത്രയ്ക്ക് ഒരു വിൽ പവർ ഉണ്ടാവണം. ആൻഡ് പിന്നെ ജീവനിൽ പേടി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവണം എന്തായാലും. ആൻഡ് പടം വരട്ടെ.